അല്ലാതെയോ ആണെങ്കിലും അല്ലെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിലും അല്ലെങ്കിലും സ്വാലിഹായ മക്കളെ കിട്ടണം. അതിന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ധാരാളമായിട്ട് ദുആ ചെയ്യണം. ഇത് മങ്ങിലായിട്ട് ഫസ്റ്റ് ഇപ്പ വേണ്ട, തെല്ല് പോവട്ട് അല്ലേ, ഇപ്പൊ മക്ക വേണ്ടാൻ ചില ഉമ്മാരെന്നെ പറയുന്നല്ലോ മക്കളോട്, അർജന്റാക്കണ്ട, ഇപ്പൊ വേഗത്തുകന്തു മക്ക വേണ്ട. അങ്ങനെയാക്കാൻ പാടില്ല. ആയതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇപ്പ വേണ്ട. അങ്ങനെ വേണ്ടാന്ന് വെച്ച പലരും ഇന്നും മക്കളില്ലാതെ സങ്കടത്തിലാണ്, ബേജാറിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവാണ് അവൻ തരുന്നവൻ. ഹുവൽ മുഅ്തി ഹുവൽ മാനി ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത ചൊല്ലുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാകണം. അതിന് മക്കൾക്ക് നമ്മൾ എന്ത് വേണം? നല്ല ഉപദേശം. ലുക്മാനുൽ ഹക്കീം തങ്ങൾ മകനോട്, പൊന്നുമോനോട് പറഞ്ഞ വസിയത്തുകൾ അറിയാലോ. അത് എത്ര സ്നേഹത്തിലാണ്. യാ ബുനയ്യ, പൊന്നുമോനേനെ വിളിച്ചു കൊണ്ടിട്ടുണ്ട്. ഒരുപാട് വസിയത്തുകൾ ആ മഹാനവരുകൾ ചെയ്തല്ലോ. ആ മഹാൻ ചെയ്യുന്ന വസിയത്തുകൾ വളരെ അത്ഭുതമാണ്. മോനോടെപ്പോഴും പറയുന്ന വാക്കാണ്, യാ മുനയ്യ, പൊന്നുമോനെ, അവ്വലുൽ ഖളബി ജുനൂൻ. മോനെ, ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം, അർസ വരാൻ പാടില്ല. അത് ഒരു തരം ഭ്രാന്താണ് അല്ലേ, ഭ്രാന്ത്. ഈ അർസ വരുമ്പോഴാണ് ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ അവനല്ല ഖളബു മിനശ്ശൈത്താനിർ റജീം. ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പാടില്ല. അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഉമ്മാടാണെങ്കിലും. അർസ വരുമ്പോ ചില ആള് പറയലുണ്ട്, ഞാൻ അർസ വന്നെങ്കിൽ ആള് സമയില്ല അല്ലേ, നന്റെ അർസവർ പാട്ടണ്ട. ഈമാനുള്ളവരോട് വിജയത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അർസം വരാൻ പാടില്ല എന്തിലും ഏതിലും. അത് നമ്മുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോടാണെങ്കിലും ശരി, ആരോടും അർസം വരാതെ, അർസം കാണിക്കാതെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. മക്കളോട് ഇപ്പൊ സൈക്കോളജിയൊക്കെ പഠിച്ച ഈ കാലഘട്ടത്തില് നമ്മുടെ ദേഷ്യം മക്കൾക്ക് ഇഷ്ടല്ല, നമ്മൾ പറയുന്നത് മക്കൾക്ക് ഇഷ്ടല്ല. ആരോടും ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല, അർസം ഒഴിവാക്കണം. ഈ അർസം കൂടിയാൽ നമ്മുടെ BP സംബന്ധമായ രോഗങ്ങൾ പിന്നീട് വരാൻ, അതുപോലെ മനുഷ്യന് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടായിട്ട് ഒരുപാട് രോഗങ്ങളിൽ വരാൻ, ശരീരം ഹീട്ടാവാൻ, ചൂടാകാൻ, ഇതിനൊക്കെ കാരണമാണ് ഈ ദേഷ്യം വരിക എന്നുള്ളത്. ദേഷ്യം വരാതെ അർസബറാണ്ട് മക്ക ഉമ്മ അബ്ബ ഗലാട്ടാക്കരുത്. ഞങ്ങളെ മക്ക കാണോ തീറ അതിൻ്റെ അത്ത ഗലാട്ട ആക്കാന്നല്ലവാ. ഒണിച്ചു വെച്ചിട്ട് ഗലാട്ടാക്കറൊന്നുമില്ലല്ലോ, ഗലാട്ടാക്കണ്ട. അഥവാ എന്തെങ്കിലും അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കളിത് കണ്ടുപോകാൻ പാടില്ല. ഈ പറയുന്നത്, ചീത്ത വിളിക്കുന്നത്, അബ്ബക്ക് വിളിക്കുന്നത്, ഉമ്മക്ക് വിളിക്കുന്നത് അല്ലേ, എന്തെല്ലാം വിളിക്കുന്നത്. മദ്രസയുടെ ഉസ്താദ് കേട്ടല്ല, സൈത്താണ്ട നോക്കിറാറ മക്കളേന്ന് കേട്ടല്ല, മക്കല്ല ചെല്ലി നോക്കിറ ഉസ്താദ് എവിടെ ഔത്തു ആരീ നേട്ടു. ഉസ്താദ് എൻ്റെ ഉമ്മ. നിന്റെ ഉമ്മ സൈത്താനാ? അല്ല. പിന്നെന്ത്? മോനോട് ഇങ്ങനെ ചോദിച്ചു ഉസ്താദ് എങ്ങനെ കേൾക്കുമ്പോ മോന് ചൊല്ലുന്നു, ഉസ്താദ് അബ്ബ എപ്പോഴും ഉമ്മടെ വിളിക്കടെ സൈത്താനേന്ന് അല്ലേ. അങ്ങനെയുണ്ട് ചില സംസ്കാരം, കൾച്ചറില്ലാത്ത ആളുകൾ. അവരത് ദേഷ്യം വന്നാൽ പോലും നമ്മളുടെ മക്കളത് പഠിക്കുകയാണ്. ആ കൾച്ചർ, ആ സാഹിത്യം അവർ അങ്ങനെ പഠിച്ചു പോവാൻ. അതുകൊണ്ട് അർസം വരാനും പാടില്ല. വന്നാൽ നിയന്ത്രിക്കുന്നവനാണ് മുഅ്മിന്. അർസ വരുമ്പോ അല്ലേ, നമുക്ക് ഏറ്റവും പറ്റിയത് എന്താണ്? ചീത്ത പറയാ. ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോ അപ്പുറത്തുള്ള ആള് പോയെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ടിന്നെങ്ങും ഓൻ്റെ തെല്ല് വെട്ട് വീഴ്ചയില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. കണ്ണ് പൊട്ടിയുള്ളവോ ഇവിടെ ഗ്ലാസ് ഇട്ടതുകൊണ്ട് ചൊന്നത് കേട്ടില്ലെങ്കും ആവും, ഞങ്ങൾക്കൊരു സമാധാനം. പറഞ്ഞല്ലേ പറഞ്ഞിട്ടാകുമ്പോ ഒരു കൊസി ആൾക്കാർക്ക്. വേറൊരാളെ പറയുന്നത് കൊണ്ട് കൊസിയുള്ള ആള് മുഅ്മിനല്ല. വേറൊരാളെ പറഞ്ഞിട്ടാകുമ്പോ നമുക്ക് അങ്ങനല്ലേ, ശത്രു അർസുള്ളാന തെല്ല് വെട്ടിട്ടിട്ടാകുമ്പോ ഞങ്ങൾക്ക് റാത്ത് അല്ലേ. നല്ല കാറിലൊരുത്ത പോയ
പോയിട്ടാകുമ്പോ ചെന്നാൽ ആൾമാറല്ല ഭാര്യ നല്ല കാറ്, ഭാര്യ നല്ല മനസ്സ ചൊല്ലുമ്പോ ഞമ്മക്ക് എന്തേലാണോ ഓണാ ഓണ്ടാണേ പാറല്ല ചൊന്നെങ്കിൽ നിങ്ങൾ കാക്കടിച്ച് തുപ്പാർ അത്ര അങ്ങ് ചൊന്നെങ്കിൽ ഒരു സമാധാനം. എന്തേ റായത്തിൽ കാറിൽ പോകുമ്പോ ഞമ്മക്ക് റായത്ത് കുറോടിയുണ്ടു അല്ലേ? അങ്ങനെ മക്കൾക്ക് മാർക്ക് യാറെ കിട്ടുമ്പോ ഞങ്ങൾക്ക് റായത്ത് കുറോടിയുണ്ടു. അങ്ങനെയല്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കളോട് എപ്പോഴും ഇതാ ഓണ്ട നോക്കി പടി, അത് അവൻ്റെ പടി നോക്കൂല കാണില്ല, മാർക്ക് കാണില്ലേ, ഓണുക എത്ര ഗിഫ്റ്റ് കിട്ടിയത് കാണില്ലേ, എത്ര പ്രൈസ്, എത്ര സർട്ടിഫിക്കറ്റ്. പാടില്ല. ഒരാളോടും ഒരാളെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഈ മക്കളുടെ മനസ്സ് ഇന്നിപ്പോൾ വീക്കാണ്. ഈ പഴയ കാലം പോലെയല്ല. ചെറിയ മക്കളെ മനസ്സൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് സൂസൈഡ് ചെയ്തത്. ഈ സമുദായത്തിൽപ്പെട്ട പൊന്നുമോനാണ്. ആണും പെണ്ണിൻ്റെയും മനസ്സൊക്കെ സോഫ്റ്റാണ്. കാരണം അവർക്ക് പഴയതുപോലെ അറിയില്ല, പഴയതുപോലത്തെ കഷ്ടം അറിയില്ല, വിഷമങ്ങളില്ല, ബേജാറില്ല, കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. ഈ മക്കൾ സുഖത്തോടെ വളർന്ന മക്കളാണ്. ഇവർക്കിത് താങ്ങാൻ കഴിയുന്നില്ല, കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് പൊന്നുമക്കള്, ഉമ്മ പറഞ്ഞതിന് കൈമുറിച്ച മക്കളുണ്ട്. അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് പ്രണയിക്കുന്ന പൊന്നുമോളോട് ചോദിച്ചു, അല്ല മോളെ എന്തിനാണ് നിനക്കിത് വേണോ? നീ നിന്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരേ ഒരു മോളല്ലേ, നിക്കിത് വേണ? അപ്പോൾ ആ പൊന്നുമോള് പറയുന്നു, ഉസ്താദേ നൻ്റെ ഉമ്മകും അബ്ബകും നൻ്റെ ഇഷ്ടല്ല, അങ്ങ് ക്യാറിങ് ഇല്ല, നൻ്റെ അങ്ങ് ക്യാറാക്കില്ല. ഇപ്പത്തെ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺമക്കൾക്കും നമ്മൾ ക്യാരിങ് കൊടുക്കണം. അവരെ കേൾക്കാൻ റെഡിയാകണം, അവരടുത്തിരുന്ന് സംസാരിക്കണം, സുഖദുഃഖങ്ങൾ ചോദിക്കണം. ഒരമണിക്കൂർ മോനോട് മോളോട് ഉമ്മയും ഉപ്പയും മിണ്ടാൻ സമയം കണ്ടെത്തണം. പ്രായപൂർത്തി എത്താൻ പോകുന്ന മക്കളോട് നിർബന്ധമായും 11, 12, 13 വയസ്സൊക്കെയുള്ള മക്കളോട് അടുത്തിരുത്തിയിട്ട് അവരോട് സംസാരിക്കണം. സുഖം ചോദിക്കണം, ദുഃഖം ചോദിക്കണം, മാർക്ക് ചോദിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം, അല്ലേ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം, ഒക്കെ വേണം മക്കൾക്ക്. അവരെ ഉമ്മ വെക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കണം, അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം വാങ്ങി തിന്നണം. ഈ സ്നേഹം കൊടുക്കാതെ പോയാൽ, നമ്മുടെ മക്കൾ ആ സ്നേഹം കിട്ടാതെ പോയാൽ, ഈ സ്നേഹം ആരിൽ നിന്ന് കിട്ടുന്നുവോ അവരുടെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, നീ ദേഷ്യം വന്നാൽ അപ്പോൾ ഭ്രാന്താണ്, അപ്പൊ ഭ്രാന്തനെ പോലെയാണ്, പിന്നീടോ വലിയ സങ്കടത്തിന് കാരണമാകും, വലിയ ബേജാറിന് കാരണമാകും. അർസബന്നെപ്പ തീർമാനെടുക്കു തീറ, അർസബന്നെപ്പ എന്തും അർസുള്ള സമയത്ത് എന്താക്കാൻ പാടില്ല? അൽ ഖളബു മിനശ് ശൈത്താനിർ റജീം. ഈ ദേഷ്യം എന്നുള്ളത് ശൈത്താനിൽ നിന്നാണ്. അർസ ബർപ്പാട്ടും ശൈത്താൻ, അർസ ബറാണ്ട്. അത് മീറ്റിംഗ് ആയെങ്കും സമ, അത് പള്ളി ആയെങ്കും സമ, അത് ഫാമിലി ആയെങ്കും സമ, അല്ല ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലായെങ്കിലും സമ. അർസം വരുന്ന സമയത്ത് വേണ്ടത് അവൻ മിണ്ടാതിരിക്കുക, ഇരുന്നാൽ നിൽക്കുക, നിന്നാൽ നടക്കുക, ഒലോടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അർസത്തിൽ നിന്ന് മാറണം. അർസം കൊണ്ടുവെക്കാൻ പാടുള്ളതല്ല, അർസം മനസ്സിൽ വെക്കാൻ പാടില്ല. അർസം വെക്കുന്നവർ വെച്ചോട്ടെ, നമ്മളതെല്ലാം ഒഴിവാക്കേണ്ടവരാണ്. നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ അർസ വന്നിട്ട് നീ ഗലാട്ടാക്കിയെങ്കിൽ ഈ മക്കളെ മനസ്സങ്ങനെ എങ്ങനെ ഗലാട്ടാക്കിയിട്ട് കിട്ടുണ്ടായെങ്കിൽ, അല്ലേ, ബുൾപുട്ടപ്പ കിട്ടുമെങ്കിൽ മക്ക ബുൾപുട്ടുവാർ മൊബൈലിൽ വേണമായിട്ട്. ബുൾപുട്ടെങ്കിൽ കിട്ടില്ല, അർസവന്നെങ്കിൽ കിട്ടില്ല. ഈ മക്കൾക്ക് ഈ സംസ്കാരം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ലുക്മാൻ ഹക്കീം തങ്ങൾ പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി ഖദ് നബ്ദിംതു അലൽ കലാം, ഞാൻ മിണ്ടിയതിൻ്റെ പേരിൽ ബേജാറിലായിട്ടുണ്ട്. പൽക്ക പറഞ്ഞ വിഷയത്തിൽ നിനക്ക് പിന്നെ ബേജാറായിട്ടുണ്ട്, ഖേദം വന്നിട്ടുണ്ട്.
മിണ്ടാണ്ടിരുന്നതിൽ ഞാൻ ഒരിക്കലും ബേജാറായിട്ടില്ല. മിണ്ടിയത് അർസവന്നപ്പവും അല്ലാതെയും മിണ്ടണ്ടായിരുന്നു. ഓണ്ട് അങ്ങനെ ചൊന്നത് സമായില്ല. ഈ വിഷയത്തിൽ ബേജാറുണ്ടോ? മിണ്ടാതിരുന്നതിൽ ബേജാറില്ല. ഇന്നത്തെ മക്കളോട് നിങ്ങൾ പോയിട്ട് മിണ്ടണ്ടെന്ന് പറയണ്ട. ഇന്നത്തെ മക്കളോട് ചലനത്തിൽ മുണ്ടോർ മക്കളെ മുണ്ടോറും അല്ലേ? മക്ക മുണ്ടില്ല, ആരട്ടും മുണ്ടില്ല. ഈ മൊബൈലിലും ഈ ഇന്റർനെറ്റിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ മക്കൾക്ക് ആരുമില്ല. ആരെങ്കിലും കേട്ടെങ്ങ് മക്കൾ ഇട്ടതാർ അത് ആൻറ്റി അല്ലേ, പിന്നെ അത് കസിൻ ആയി തീർന്നു. ഇത്ര രണ്ടും കസിന് അങ്കിൾ ആൻറ്റി ഇത്ര. മക്കൾക്കൊന്നും അറിയില്ല, ആരും അറിയില്ല, പരിചയമില്ല, ഗുർത്തില്ല. ഈ രൂപത്തിലാവരുത് നമ്മുടെ മക്കൾ. വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉമ്മയുടെ സ്നേഹം, ഉപ്പയുടെ സ്നേഹം മക്കൾക്ക് കിട്ടണം, അത് കൊടുക്കണം. എങ്ങനെ? നിസ്കാരത്തിലും ദിക്റിലും സ്വലാത്തിലും മക്കളെ കൂടെ കൂട്ടണം. പള്ളിയിൽ വരുന്ന ഉപ്പ തറാവീഹിന് വരുമ്പോൾ മോനെയും കൂട്ടിയിട്ട് വരണം. ക്ലാസ്സിന് വയലിന് പോകുന്ന ഉമ്മ വയലിന് വരുമ്പോ മകളെയും കൈപിടിച്ചിട്ട് വരണം. അങ്ങനെയാണ്. അവരെ ഒഴിവാക്കിയിട്ടല്ല, അവര് വേറെയല്ല, അവരെ ഫ്രണ്ട് സർക്കിളിന്റെ കൂടെയല്ല. ആവശ്യത്തിന് അങ്ങനെ ചെയ്യാമല്ല. എപ്പോഴും ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വഴിതെറ്റാതിരിക്കാൻ വലിയ കാവലാണ്. ഉമ്മ ശപിക്കാൻ പാടില്ല, ഉപ്പ ശപിക്കാൻ പാടില്ല. മകന്റെ ബുദ്ധി നന്നാവാത്തതിൻ്റെ പേരിലോ മക്കള് തെറ്റ് ചെയ്തതിൻ്റെ പേരിലോ അവർക്ക് ശാപം വെച്ചു പോയാൽ ലഅനത്ത് ചെയ്യാം. ശാപ വെക്കുന്ന നല്ല പണിയല്ല ആർക്കും. അതിന് മക്കൾക്കാണെങ്കിൽ എന്തായെങ്കിലും പാടില്ല. നിങ്ങളെ മക്കൾക്ക് സാപ്പ വെച്ചേണ്ട കണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് ശാപം വെച്ചു പോയാൽ മക്കളുടെ ഓരോ ആക്ടിവിറ്റീസ് നോക്കണം. അവരുടെ ഡ്രസ്സിങ്, അങ്ങനെ മുടി അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്. ശാപമുള്ളതാണ്, ഇടങ്ങേറാണ് മുടി ക്രോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യൽ അല്ലേ. മുടി പെരുന്നാളൊക്കെ വരുമ്പോ നല്ല നോമ്പ് പിടിച്ച മോണു മുടിയും ഡ്രസ്സും യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും മരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ. അതായത് മുടിയും വേഷവിധാനങ്ങളും ഇസ്ലാമികമാക്കണം. ഡ്രസ്സിങ് ചെറിയ മക്കല്ല തൊന്തരയില്ല, പെൺമക്ക ജീൻസ് പാട്ടിട്ട് മക്കല്ല തൊന്തരയില്ല. ഇങ്ങനെ പഠിപ്പിച്ച് ഈ മക്കൾ അവരുടെ വേഷഭൂഷണങ്ങളിൽ മാറ്റം വന്നു, അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ചായി. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ ഉമ്മയും ഉപ്പയും അവരുടെ തലമുടി അല്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, ആ മഹാനുഭാവൻ വലിയ രാജാവിൻ്റെ പൊന്നുമോനല്ലേ, വലിയ പേര് കേട്ടയാളല്ലേ, വലിയ മഹാനല്ലേ. ഒരു നാള് നിസ്കാരത്തിന് വരുമ്പോ മസ്ബൂക്കായി എന്ന് പറഞ്ഞെങ്കിൽ ഇമാമ് ജമാഅത്ത് തീർന്നിട്ടില്ല. ഫസ്റ്റിലത്തെ റക്കായത്ത് കിട്ടിയിട്ടില്ല. ഫസ്റ്റിലത്തെ റക്കായത്ത് കിട്ടാത്തപ്പോ അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാക്ക് കത്തെഴുതി, നിങ്ങളെ മോണ് നിസ്കാരത്തേക്ക് പറയുമ്പോ ലേട്ടായിറ. അതൊക്കെ കാരണ കേട്ടപ്പ ഉസ്താദ് വിളിച്ചിട്ട് കാരണ കേക്കറി. എൻ്റെ മോനെ കാരണ കേക്കുമ്പ ഇന്ന് മദ്രസക്കെല്ലാം പോകുമ്പോ ഉമ്മ ചൊന്നു കൊടുക്കറ്. ഉസ്താദ് കേട്ടെങ്കിൽ ചൊല്ലണു അജ്ജിക്ക് സീരിയസ് ഇന്ന് അങ്ങനെ പോയിട്ട് വന്നേന്ന് ചൊല്ലണു. ഉസ്താദ് മെല്ലെ മുട്ട വെച്ചിട്ട് മോണ് എവിടെ പോയിരുന്നു നേര് ചൊല്ലണു. നിൽക്കുന്ന ഗിഫ്റ്റ്